ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീട്ടിലിപ്പോൾ ജാനകി സത്യങ്ങളെല്ലാം തിരിച്ചറിയാനായിട്ട് പോകുകയാണ്. തന്റെ അമ്മ ഏകദേശം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ആ ആശ്രമത്തിൽ ചെന്നതിന് ശേഷം തന്റെ അമ്മയാണോ എന്ന് അവിടെ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ജാനകിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം തന്നെ സഫലമാകാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസവും അപർണയുടെയും തമ്പിയുടെയും ആ പതനവും അവരുടെ അടിവേരിളക്കുന്ന ഒരു രംഗങ്ങളും ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ജാനകി എന്നാണോ ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ച് അളകാപുരയിൽ കൊണ്ടുവരുന്നത് അന്നത്തോടുകൂടി തമ്പിയുടെ മുഖം മൂടി വലിച്ചു കീറാനായിട്ട് ജാനകിക്ക് സാധിക്കുകയും ഇത്രയും നാള് നാടകം അല്ലെങ്കിൽ ഇത്രയും നാളും തൻ്റെ അച്ഛൻ ഒരു വലിയൊരാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അപർണയുടെ ആ ഒരു പതനവുമാണ് പിന്നീട് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്രയും നാളും നിരഞ്ജനയ്ക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ മാത്രമേ അജയുടെ മേലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിരഞ്ജന ഇന്നത്തെ എപ്പിസോഡോടുകൂടി അജയുടെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. ആദ്യം തന്നെ അബി പ്രഭാവതിയുടെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോൾ അബിക്ക് നല്ല സങ്കടം തോന്നി. അത് ജാനകിയുമായിട്ട് അബി പങ്കുവെച്ചു. അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ജാനകി പറഞ്ഞ ഒരു കാര്യം, ഞാൻ അമ്മയോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അമ്മ പറഞ്ഞത് ഇനി ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ എടുത്ത് ജീവിച്ചാൽ മാത്രമേ ഇനി എനിക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അബിക്കും ജാനകിക്കും ഉറപ്പാണ് ഇതിന്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപർണയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷേ എല്ലാത്തിനും തെളിവ് വേണം. മാത്രമല്ല ഇപ്പോ ജാനകിക്ക് ഒന്നിലും ഇറങ്ങി ചാടാനായിട്ട് പറ്റത്തില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ജാനകി പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് അമ്മയോട് സംസാരിക്കാം, എന്നിട്ട് അപർണയോട് വഴക്കുണ്ടാക്കി പുതിയൊരു വേലക്കാരിയെ കൊണ്ടുവരാം, എന്നിട്ട് അമ്മയെ സ്വസ്ഥയാക്കാം, സന്തോഷത്തോടുകൂടി അമ്മയെ ജീവിക്കാനായിട്ട് അനുവദിക്കാനായിട്ട് പറ്റും. പക്ഷേ അപർണ വീണ്ടും കുറച്ചു ദിവസം അടങ്ങി നിൽക്കും, വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അടുത്ത പ്രശ്നങ്ങളുണ്ടാക്കി ആ ഒരു ജോലിക്കാരിയെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും ഇതേ കാര്യം തന്നെ തുടരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ അപർണയ്ക്ക് ചെറിയ ചെറിയ കൊട്ടു കൊടുത്താൽ പോരാ, ഏറ്റവും വലിയ അടി തന്നെ കൊടുക്കണം. ഇനി ഒരു കാരണവശാലും അപർണ എണീറ്റ് നിൽക്കത്തില്ല, അല്ലെങ്കിൽ എണീറ്റ് കൈ ചൂണ്ടി സംസാരിക്കാത്ത വിധം അപർണയെ തളയ്ക്കണം. അതിനു വേണ്ടിയിട്ട് തന്റെ അമ്മയെ കണ്ടുപിടിച്ചേ മതിയാകൂ. എന്റെ അമ്മയെ കണ്ടുപിടിച്ച് അളകാപുരയിൽ കൊണ്ടുവരുന്നതിന്റെ അന്ന് തന്നെ അപർണയുടെയും തമ്പിയുടെയും കളികളെല്ലാം അവിടെ അവസാനിക്കുമെന്ന് ജാനകി പറഞ്ഞു. അങ്ങനെ ജാനകി അമ്മയെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ജാനകിക്ക് ഒരു സുഹൃത്തിന്റെ കോൾ വരികയും ആ സുഹൃത്തിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാനകി ആ സുഹൃത്തിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാനകിയുടെ കൂടെ ഹോസ്റ്റലിൽ ജീവിച്ച ആളാണ്, അങ്ങനെ നല്ല പരിചയമുണ്ട്. ആ പെൺകുട്ടിയുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട് കുട്ടിത്താനത്താണ്. അപ്പോൾ അവിടെ ഒരു ആശ്രമമുണ്ടെന്നും അവിടെ തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്നും അങ്ങോട്ടേക്ക് വരാനുമാണ് ആ കുട്ടി പറയുന്നത്. യഥാർത്ഥത്തിൽ ജാനകിക്ക് തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ഒറ്റയ്ക്ക് പോകണം. അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അബിയേട്ടന് അത് നല്ല സങ്കടമാവും. അതുകൊണ്ട് അമ്മയെ കണ്ടുപിടിച്ചു എന്നുള്ളൊരു സന്തോഷ വാർത്ത മാത്രം ഇനി അബിയേട്ടൻ അറിഞ്ഞാൽ മതി എന്നാണ് ജാനകിയുടെ തീരുമാനം. അതുകൊണ്ട് അബിയെ ഒഴിവാക്കി വേണം ജാനകിക്ക് പോവാനായിട്ട്. അങ്ങനെ ജാനകി ഓരോ കള്ളങ്ങൾ പറഞ്ഞപ്പോൾ അബി ശരി നമുക്ക് നോക്കാം, എന്തായാലും ഒറ്റയ്ക്ക് പോകുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നാണ് ജാനകിയോട് അബി പറഞ്ഞത്. അങ്ങനെ അബി രാവിലെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് ജാനകി നേരെ അടുക്കളയിലോട്ട് പോകുകയാണ്. ഈ സമയത്ത് അജയ് റൂമിൽ ഇല്ലാത്ത തക്കം നോക്കി നേരെ നിരഞ്ജന അജയുടെ കബോർഡ് എല്ലാം തപ്പി ആ ഒരു ബിസിനസ്സിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ എന്ന് ആലോചിച്ചിട്ടാണ് നിരഞ്ജന എല്ലായിടവും നോക്കിയത്. അങ്ങനെ ഒരുപാട് കബോർഡും എല്ലാം നോക്കി അവസാനം അജയ് തൻ്റെ പേഴ്സണൽ ഫയലുകളും ഈ ഒരു ബിസിനസ് ഫയലൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ആ കബോർഡ് നിരഞ്ജന തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു ബ്ലാക്ക് ഫയൽ കിട്ടി. കറുത്ത കവറിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഫയൽ കിട്ടി. ആ ഫയൽ തുറന്നു നോക്കിയപ്പോൾ നിരഞ്ജനെ വല്ലാതെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഒരിക്കലും നിരഞ്ജനെ പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു ആ ഒരു ഫയലിനകത്ത് നിരഞ്ജന കണ്ടത്. ഒരു സൈഡിൽ അജയുടെ ഫോട്ടോയും അതിന്റെ പുറത്ത് ഒപ്പും സീലുമുണ്ട്, മറുഭാഗത്ത് ഹണി റോസിന്റെ ഫോട്ടോയും ഒപ്പും സീലുമായിരുന്നു. അങ്ങനെ ആ ഫയൽ നോക്കിയപ്പോൾ നിരഞ്ജനയ്ക്ക് മനസ്സിലായി അജയുടെ ബിസിനസ് പാർട്ട്ണർ
ഈ ഹണി റോസ് ആണെന്നുള്ള സത്യം നിരഞ്ജന മനസ്സിലാക്കി. അപ്പോൾ നിരഞ്ജനയുടെ മനസ്സിൽ ഓടി വന്ന കാര്യം, അന്ന് ആ ഒരു എസ്റ്റേറ്റ് അച്ഛന്റെ പേര് ഇതേപോലെ ജാനകിയുടെയും അബിയുടെയും പേരിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അന്ന് ഹണി റോസ് അളകാപുരിയിൽ വരികയും ഈ ഒരു എസ്റ്റേറ്റ് വിൽക്കുന്ന കാര്യത്തെപ്പറ്റി ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് സൂര്യനാരായണനും ഹണി റോസും തമ്മിൽ ചെറിയൊരു തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ രംഗമാണ് നിരഞ്ജനയ്ക്ക് ഓർമ്മ വന്നത്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നിരഞ്ജന ഇങ്ങനെ ഒരു തെറ്റിലേക്ക് പോകുമോ, നിരഞ്ജന ആത്മഹത്യക്ക് ശ്രമിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ജാനകി ഒരുപാട് ഉപദേശങ്ങൾ നിരഞ്ജനയ്ക്ക് കൊടുത്തത്. അങ്ങനെ ജാനകി പറഞ്ഞ ഓരോ വാക്കുകളും നിരഞ്ജനയുടെ മനസ്സിലേക്ക് ഓടി വന്നു. നമ്മൾ സ്ത്രീകളാണ്, ഒരിക്കലും ആരുടെ മുന്നിലും നമ്മൾ തോറ്റുപോകാനായിട്ട് പാടില്ല. നമ്മൾ എന്താണോ തോൽക്കണം എന്ന് വിചാരിക്കുന്നത് അന്ന് മാത്രമേ നമ്മൾ തോറ്റുകൊടുക്കാവൂ. അല്ലാതെ ഒരാളുടെ മുന്നിലും നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ല എന്ന് അന്ന് ജാനകി നിരഞ്ജനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് ധൈര്യമുണ്ട്. ആരെന്ത് പറഞ്ഞാലും നമ്മളത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണമെന്നൊക്കെ ജാനകി നിരഞ്ജനയ്ക്ക് പറഞ്ഞു ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുത്തു. ആ വാക്കുകൾ നിരഞ്ജനയുടെ മനസ്സിലോട്ട് വരികയും ഈ അജയെ പേടിച്ച് താൻ മരിക്കുക അത് ഏറ്റവും കൂടുതൽ തന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണെന്നും അതുകൊണ്ട് മരിക്കുകയല്ല, പകരം ജാനിയേട്ടത്തി പറഞ്ഞതുപോലെ അച്ഛന്റെ കീഴില് ഈ ഒരു വക്കീൽ പണി അഭ്യസിച്ച് ഈ അഡ്വക്കേറ്റിനെ പ്രാക്ടീസ് ചെയ്ത് ഞാനൊരു വലിയൊരു അഡ്വക്കേറ്റായിട്ട് മാറണം, അന്ന് അജയ്ക്ക് തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ നിരഞ്ജന മനസ്സിൽ വിചാരിച്ചു. എങ്കിൽ പോലും നിരഞ്ജനയുടെ മനസ്സിൽ അത്രത്തോളം സങ്കടമുണ്ടായിരുന്നു. എടുത്ത ഫയൽ അതുപോലെ തന്നെ നിരഞ്ജന തിരിച്ച് അതേ സ്ഥാനത്ത് വെച്ച് അവിടെ നിൽക്കുവാണ്. അജയ് വന്ന ഉടനെ തന്നെ നിരഞ്ജനെ കണ്ടു. എന്നിട്ട് അഡ്വക്കേറ്റിനെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം നിരഞ്ജന അജയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ആ കാര്യം ആരോ വഴി അജയ് അറിയുകയും അതിനെപ്പറ്റി നിരഞ്ജനോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടും തൊടാത്തെയും ഉള്ള രീതിയിലാണ് നിരഞ്ജന മറുപടി കൊടുത്തത്. അജയ് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്, അജയ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, ആ വിവരങ്ങൾ എന്നോട് പറഞ്ഞു ഇല്ലല്ലോ. അത് മാത്രമല്ല അജയ്ക്ക് തോന്നിയത് എന്തും അജയ് ചെയ്യും, പക്ഷെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും നിരഞ്ജനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അജയ് പറഞ്ഞ കാര്യം, നീ പേടിക്കാതെ നിരഞ്ജനെ, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ബാംഗ്ലൂരിലേക്ക് പോകത്തില്ലേ എന്ന് അജയ് തിരിച്ചു ചോദിച്ചു. എന്നാൽ നിരഞ്ജന പറഞ്ഞ കാര്യം, ഞാൻ ഇനി ഒരിടത്തേക്കും വരുന്നില്ല, ഞാൻ ബാംഗ്ലൂരിലേക്കും വരുന്നില്ല, ഒരിടത്തേക്കും വരുന്നില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് നിരഞ്ജന പറഞ്ഞത്. ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ജീവിക്കും, എൻ്റെ അച്ഛനെ ഇനി എനിക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല, എനിക്കൊരു ഭാര്യയായിട്ടല്ല പകരം ഒരു മകളായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം എന്ന് കൂടി നിരഞ്ജന അജയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് അജയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. എന്നാൽ തന്റെ സങ്കടങ്ങളെ ജാനകി അറിയിക്കാനായിട്ട് നിരഞ്ജന തീരുമാനിച്ചു. ഈ സമയത്ത് ജാനകി അടുക്കളയിൽ വെള്ളം എടുക്കാനായിട്ട് വന്ന് തിരികെ പോകുന്ന ടൈമിൽ അപർണ വരികയും ജാനകി അമ്മയെ അന്വേഷിച്ച് നടക്കുന്നതിന്റെ പേരിൽ അപർണ ഒരുപാട് പരിഹസിച്ചു. എന്നാൽ അതിനുള്ള മറുപടി നല്ലതുപോലെ ജാനകി കൊടുത്തുവെങ്കിൽ പോലും തിരിച്ച് അപർണ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. ജാനകി ഇപ്പോൾ അമ്മയെ കണ്ടുപിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ജാനകി കണ്ടുപിടിക്കുന്ന ജാനകിയുടെ അമ്മ കല്യാണം കഴിഞ്ഞ് മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ജാനകി എന്ത് ചെയ്യും? അവരുടെ ജീവിതം ജാനകി തല്ലിക്കെടുത്തത്തില്ലേ? ജാനകിയുടെ അമ്മ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അവർക്കൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കണോ, അതോ തന്നെ അന്വേഷിച്ചു വന്ന മകളെ കൂടെ പോകണമോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരത്തില്ലേ എന്ന് പറയുമ്പോൾ തിരിച്ച് ജാനകി അപർണയ്ക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്. നിന്നെയോ നിന്റെ അച്ഛനെ ബോധിപ്പിക്കാനായിട്ടല്ല ഞാൻ എൻ്റെ അമ്മയെ അന്വേഷിച്ച് നടക്കുന്നത്, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടുപിടിക്കണം, എൻ്റെ അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. അതല്ല നീ പറഞ്ഞതുപോലെ എൻ്റെ അമ്മ ഒരാളുടെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കുവാണെങ്കിൽ ഞാൻ അമ്മയെ ആ ഒരു കാഴ്ച കണ്ട് സന്തോഷത്തോടു കൂടി തിരികെ മടങ്ങി വരും. അതല്ല എൻ്റെ അമ്മ സന്തോഷത്തോടു കൂടിയല്ല ദുഃഖത്തോടെയാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടേ ഞാൻ തിരികെ വരത്തുള്ളൂ എന്നുകൂടി ജാനകി ഒരു മറുപടിയായിട്ട് കൊടുത്തു. അത് കേട്ടപാടെ തന്നെ അപർണയുടെ കണ്ണ് അപർണയുടെ ആ ഒരു മുഖത്തെ ഞെട്ടല് ജാനകിക്ക് അറിയാമായിരുന്നു. മാത്രമല്ല ഒരു കാര്യവും കൂടി ജാനകി അപർണയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. നീ ഇപ്പോ അപർണയെ നീ എന്നെ കളിയാക്കുന്നുണ്ട്, എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അത് മാത്രമല്ല നീ ജയിച്ചു എന്നുള്ള ഒരു നിലയിൽ നീ നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അമ്മയെ ഞാൻ കണ്ടുപിടിച്ച് എന്ന് അളകാപുരിയിൽ കൊണ്ടുവരുന്നോ അന്ന് നീയും നിന്റെ അച്ഛനും ദുഃഖിക്കും. മാത്രമല്ല ആ ഒരു നിമിഷം നീ തകർന്നു പോകും, നിനക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്താണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലെങ്കിലും അപ്പോൾ നിനക്ക് മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞ് ഒരു കറക്റ്റായിട്ട് അപർണയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും
തൊട്ടും തൊടാതെയും നേരെയായിട്ടുള്ള രീതിയിൽ നിന്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ അപർണയോട് ജാനകി പറഞ്ഞു. പക്ഷെ അപർണയുടെ മനസ്സിൽ ജാനകിക്ക് ഒരിക്കലും അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ജാനകി ഇനി ഈ വീട്ടിലെ സന്തോഷത്തോടു കൂടി ജീവിക്കത്തില്ല, എന്റെയും അച്ഛന്റെയും ഭരണമായിരിക്കും എന്നൊക്കെയുള്ള ചിന്തകളാണ് അപർണയുടെ മനസ്സിൽ. അങ്ങനെ ജാനകി ആ സംസാരങ്ങൾ കഴിഞ്ഞ് തിരികെ റൂമിലോട്ട് വരുന്ന സമയത്ത് നിരഞ്ജന സങ്കടത്തോടു കൂടി നിൽക്കുന്നത് കാണുകയും അങ്ങനെ നിരഞ്ജനോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ അജയുടെ പാർട്ട്ണറിനെ കണ്ടുപിടിച്ചു, അജയുടെ ബിസിനസ് പാർട്ണർ ഹണി റോസ് ആണെന്നും ഏട്ടത്തേക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ജാനകി ഒന്നും മറച്ചു വെച്ചില്ല. ജാനകി അറിഞ്ഞ കാര്യങ്ങളെല്ലാം നിരഞ്ജനയോട് പറയുകയും നിന്റെ മനസ്സ് താളം തെറ്റി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാത്തതെന്ന് ജാനകി തിരിച്ച് നിരഞ്ജനയോട് പറഞ്ഞു. മാത്രമല്ല ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിന്റെ മനസ്സിൽ ഓർമ്മ വേണം, ഒരിക്കലും നീ തളർന്നു പോകരുത്, നിന്റെ മനസ്സിലൊരു വീറും വാശിയും വേണം, നീ നല്ലൊരു നിലയിൽ എത്തണം, അതായിരിക്കും അജയ്ക്കും എല്ലാവർക്കും നീ കൊടുക്കാൻ പോകുന്ന മറുപടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിരഞ്ജനെ ആശ്വസിപ്പിച്ചു. മാത്രമല്ല നിരഞ്ജന തിരിച്ചു പറഞ്ഞു, ചിലപ്പോൾ ഏട്ടത്തിയോട് ഞാൻ സംസാരിക്കാതിരുന്നിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വേറൊരു ചിന്തയിലോട്ട് പോയേനെ, ചിലപ്പോൾ ഞാൻ ആത്മഹത്യ വരെ ചെയ്തേനെ. പക്ഷേ ജാനിയേട്ടത്തിയെ ഞാൻ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നത്. മാത്രമല്ല ജാനകി ഒരു സത്യവും കൂടി നിരഞ്ജനയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. ഇപ്പോൾ ഞാൻ ഒരുപാട് ടെൻഷനിൽ കൂടെയാണ് നടക്കുന്നത്, നിനക്കറിയാലോ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് നടക്കുവാണ്. അതിനിടയിൽ എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർന്നു പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയുടെ ആ ഒരു സങ്കടം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, എൻ്റെ ഈ യാത്ര പകുതിക്ക് വെച്ച് മുടങ്ങിയെന്ന് വരും. അതുകൊണ്ട് ഞാൻ പറയാതെ, അല്ലെങ്കിൽ എന്നോട് പറയാതെ നീ ആരോടും ഈ കാര്യം ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത്, നീ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജന സത്യം ചെയ്ത് കൊടുത്തിരിക്കുവാണ്. എന്നാൽ ഈ ജാനകിയും നിരഞ്ജനയൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകള് കുറച്ചു ദിവസം കഴിയുമ്പോൾ അപർണയ്ക്കും അജയ്ക്കും ഒരു വലിയൊരു തിരിച്ചടിയായിട്ട് മാറുമെന്ന് അവരാരും പ്രതീക്ഷിക്കുന്നില്ല. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.